ഹലോ കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്താണ് നമ്മുടെ ആ ബ്രോക്കർ തരകനാണെങ്കിൽ ആ മധുശ്രീ എന്ന പെണ്ണിനെ കുറിച്ച് അന്ന് കണ്ടുമുട്ടിയതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് കാറിൽ കള്ളൊക്കെ കുടിച്ച് ഭയങ്കര ഫിറ്റായിട്ട് വന്ന് നിന്ന് പോലീസുകാരുടെ നിർത്താൻ പറഞ്ഞിട്ട് പോലും അവിടെ നിർത്താതെ തന്നെ മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് റിവേഴ്സ് എടുത്ത കാറിനെ കൊണ്ടുവന്ന് നിർത്തി പോലീസിൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് കാണിച്ച് ഷോ ഓഫും അവരോട് തട്ടിക്കയറി സംസാരിച്ച സംസാരങ്ങളും എല്ലാം ആയിട്ട് ഉടനെ പോലീസ് ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്താണ് മാഡം പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം നീ പറയാൻ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസിനോട് തട്ടിക്കയറുന്നു. പിന്നെ എന്താണ് ഈ നാടെന്ന് പറയുന്നത് ഞങ്ങളുടെ യൂത്തുകൾക്ക് ഇങ്ങനെ അടിച്ച് കുടിക്കാനും മറിക്കാനും എല്ലാത്തിനും കൂടെ ഉള്ളതാണ്, അല്ല തൻ്റെ സദാചാരം മാത്രം നടത്താനല്ല എന്നിട്ട് ചീത്തയൊക്കെ പറയുന്ന രീതിക്കകത്തും പോലീസിൻ്റെ അടുത്ത് തന്നെ എന്താണ് ലൈറ്റർ ചോദിക്കുന്നു, സിഗരറ്റ് കത്തിച്ചിട്ട്, കാരണം കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും അതിൻ്റെ മേലിൽ സിഗരറ്റ് കത്തിക്കാനും കൂടെ ലൈറ്റർ പോലീസിന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ലൈറ്ററൊന്നും ഇല്ല മാഡം എന്ന് പറയുന്നതും തൻ്റെ അടുത്ത് കൂടി നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു ശുദ്ധ അഹങ്കാരം. ഞാൻ ഒരു ശുദ്ധ അഹങ്കാരി. അപ്പം പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, സാർ ഇവൾ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം കള്ളിൻ്റെ മണം ഇവിടം വരെ അടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൾ പറയുന്നുണ്ട്, ഞാൻ കള്ളല്ലടി അടിച്ചത്, ഞാൻ അടിച്ചത് നല്ല ഫോറിൻ ലിക്കറാണ്, നീയോ നിൻ്റെ കുടുംബം ഒന്ന് കേട്ടിട്ട് പോലും ഒരു യോഗം ഇല്ലാത്തൊരു സാധനമാണ്, 3000 രൂപ ഇപ്പോൾ സർക്കാർ ടാക്സും കുടിച്ച് നല്ല അന്തസ്സായിട്ട് കുടിച്ചിരിക്കുകയാണ്, ഈ വഴി എന്ന് പറയുന്നുണ്ട്, അതിൽ കൂടെ ഇതൊക്കെ കുടിച്ച് ഇങ്ങനെ രാജകീയമായി വരുമ്പോഴാണ് നിങ്ങളുടെ ഒക്കെ ഒരു സദാചാരം ഉണ്ടാക്കാനായി വന്നിരിക്കുന്നതൊക്കെ ഇവൾ പോലീസുകാരൊക്കെ എതിരെ കയറി അങ്ങ് സംസാരിക്കുകയാണ്. അപ്പം ഇതെല്ലാമാണ് ഈ തരകൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മധുശ്രീ പറയുന്നുണ്ട്, എന്താ പറയാനാ, അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ പോലീസുകാരന് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവൾ പറയുന്നുണ്ട്, ഈ വഴിയിൽ നിന്ന് മാറി നിന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിങ്ങനെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മാറി നിന്നില്ലെങ്കിൽ ഞാൻ അരച്ച് തേച്ചിട്ടങ്ങ് പോവും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ചോദിക്കാനും പറയാനൊന്നും ആരും വരത്തില്ല എന്ന് തനിക്കറിയാമല്ലോ, ഇവരോടൊക്കെ പറഞ്ഞാലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോലീസുകാരന് ആ ഒരു രോഷം വന്നു. ആ രോഷം വന്നപ്പോഴത്തേക്കും പോലീസുകാരൻ എന്താണ് ഇവളെ ഒറ്റ അടി വെച്ച് കൊടുക്കാനായിട്ട് കൈ അങ്ങ് ഓങ്ങുവാണ്. കൈ ഓങ്ങുമ്പോഴത്തേക്ക് ഇവൾ ആ കൈ കയറി പോലീസുകാരൻ്റെ കൈ തടഞ്ഞിട്ട് പറയുവാണ്, ആ കുടുംബവും കുട്ടിയൊക്കെ ഉള്ളതാണ്, സൂക്ഷിച്ചും കണ്ടതൊക്കെ, എൻ്റെ പുറത്ത് ഒരു കൈ വയ്ക്കാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല, ഞാൻ മധുശ്രീയാണ്, പേര് മാത്രമേ മധു ഉള്ളൂ, തൊട്ടാ തീയാണ് പൊള്ളും, പിന്നെ എന്താണ് ഞാൻ തന്നെ പറയും താൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും, ആ പീഡിപ്പിച്ചെന്ന് പറയുന്നത് അത് കേസാക്കി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കുടുംബമൊക്കെ നാറും, കുടുംബം കൊച്ചൊക്കെ ഉള്ളതേ, ഒന്ന് വിട്ട് പിടിക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് അവൾ പോകുന്നതും ആ കാര്യങ്ങളെല്ലാം ആയിട്ട് എന്താണ് പോലീസിൻ്റെ ആ ഒരു ഇൻസിഡൻസ് മൊത്തം എന്താണ് ആ തരകൻ ഓർക്കുക. എന്നിട്ട് സുസ്മിത ചോദിക്കുന്നുണ്ട്, എന്നാലും ഇത് ഒരിക്കലും നടക്കാത്തല്ല, എനിക്ക് ഈ വ്യക്തിയെ നന്നായിട്ട് അറിയാം. അപ്പോഴും സുസ്മിത അങ്ങ് വിളിച്ചു പോവാണ്, കാരണം അയ്യോ ഇതറിയാവുന്നത്. പിന്നെ അപ്പോഴത്തേക്കും സുസ്മിത പറയുന്നുണ്ട്, അല്ലാതെ നല്ല പെമ്പിള്ളാരെ കൊണ്ടുപോയിട്ട് എന്താണ് സത്യഭാമ അവിടെ കയറ്റില്ല, പിന്നെയാണ് ഇങ്ങനത്തെ ഒരു സൈസിനെയും കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് വേണം അവരുടെ വായുള്ളത് മൊത്തം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വിഷ്ണു കൊച്ചിനോട് ഈ ഒരു ചതി ചെയ്യാൻ വേണ്ടി എന്ത് പാവമാണ് വിഷ്ണു കൊച്ച് സുസ്മിതയോട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തരകൻ സുസ്മിത ചോദിക്കുമ്പം, അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയാവുന്നത്, നിങ്ങൾക്ക് ഒരു ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു 5 6 കല്യാണം നടത്തുമ്പോൾ കിട്ടുന്ന മൊത്തം ഞാൻ തന്നാൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് എന്താണ് തരകൻ അതിന് ഓക്കെ പറയണം. കാരണം തരകൻ പറയുന്നു, അങ്ങനെ ആ പൈസ വേണ്ടാന്ന് വെക്കത്തക്ക രീതിയിൽ എന്താണ് സാമ്പത്തികമുള്ള കൂട്ടത്തിനകത്തൊന്നും അല്ല ഞാൻ, അപ്പം പിന്നെ എനിക്ക് കാശിന് ആവശ്യമുണ്ട്, അപ്പം പിന്നെ ആയിക്കോട്ടെ, പിന്നെ പെണ്ണും ചെറുക്കനും കെട്ട് കഴിയുമ്പോഴത്തേക്കും പൈസ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും തരകൻ പറയുന്നുണ്ട്, ഇപ്പം കെട്ട് കഴിഞ്ഞ് വണ്ടി കയറുന്നതിന് മുമ്പ് എനിക്ക് കാശ് അക്കൗണ്ടിൽ കിട്ടിയിരിക്കണമെന്ന് തരകൻ പറയുന്നു. എല്ലാവരുടെ മനസ്സിനെയും ആ കാശിനോടുള്ള ആർത്തിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും സുസ്മിത പറയുന്നുണ്ട്, എന്നെ വേണ്ട എന്ന് വെച്ച വിഷ്ണുവിന് ഇങ്ങനത്തെ ഒരുത്തിയെ തന്നെ കിട്ടി, അവനെ അനുഭവിക്കണം, അപ്പോഴേ അവൻ ഈ സുസ്മിതയുടെ വില പഠിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും തരകൻ പറയുവാണ്, പിന്നെ നിന്നെക്കാളും വലിയ കൂതറയെ എന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയൊക്കെ പഠിപ്പിക്കും നിന്നെക്കാളും വലിയ ഒരാളൊന്നും കിട്ടാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും സുസ്മിത നോക്കുവാണ്, എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും ആലോചിച്ചോ, ഒന്നുമില്ല, ഞാൻ അയ്യോ അതൊന്നുമില്ല മാഡം, ഞാൻ ചുമ്മാ ഇങ്ങനെ എന്താണ് ഈ മധുശ്രീനെ എങ്ങനെ സത്യഭാമയുടെ വീട്ടിലേക്ക് കയറ്റാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യഭാമയുടെ വീട്ടിലേക്കല്ലേ, സത്യഭാമ വിശ്വസിക്കാത്ത രീതിക്കകത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വേണ്ടേ കയറ്റാൻ. അപ്പം ഞാൻ അത് ആലോചിച്ചു, എന്നാൽ ശരി, താൻ അതാണോ ആലോചിക്കുന്നത്, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ തലകഞ്ഞി സുസ്മിതയുടെയും കാര്യം അവിടെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന പറയുന്നത് നമ്മുടെ ശ്യാമയാണെങ്കിൽ തുടരെ എന്താണ് ശാലിനെ എങ്ങനെയും ഫോൺ വിളിക്കാൻ വേണ്ടി പാത്തും പതുങ്ങി വന്ന് ഫോൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് സത്യഭാമയുടെ വീട്ടിൽ വെച്ച് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാനി എന്താണ് രാത്രിയായി, ഷാനി എന്താണ് ഈ ഡ്രൈവ് ചെയ്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും അടുത്ത അനു ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും വീട്ടിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. കാർ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ശ്യാമയുടെ ഫോൺ എന്താണ് ശാലിനിക്ക് വരുന്നത്. അപ്പം എന്താടി പറയടേ എന്നോ, ഞാൻ കുഞ്ഞേച്ചി എടുത്ത് ഒരു അത്യാവശ്യ കാര്യം വേണ്ടി പറയാൻ വിളിച്ചതാണ്, ഞാൻ ഇപ്പോഴെങ്കിലും ഇത് കുഞ്ഞേച്ചി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് കുഞ്ഞേച്ചിയോട് ചെയ്യുന്ന വലിയ ചതിയായി പോകും, അതുകൊണ്ട് ഞാനിത് ചേച്ചിയെടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് ശ്യാമ പറയുവാണ്,
ശ്യാമ പറയുന്നുണ്ട് ഈ വട്ടം എന്താണ് വിഷ്ണുവേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്കകത്ത് എന്താണ് സത്യാമ്മ എന്താണ് കല്യാണജനയായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. ഇനി ഏത് പെണ്ണിനെ കിട്ടിയാലും കെട്ടിച്ച് വെക്കും എന്നുള്ള രീതിക്കകത്താണ് പറയുന്നത്. കാരണം അന്ന് കുഞ്ഞേച്ചിയാണെങ്കിൽ ഒരിക്കലും വിഷ്ണുവേട്ടന് പിടിയും കൊടുക്കുന്നില്ല. അപ്പം കുറ്റമൊക്കെ എൻ്റെ ഭർത്തായോ ഇപ്പം എന്ന് ശാലിനി ദേഷ്യത്തോട് ചോദിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞ കുഞ്ഞേച്ചി, ഈ വട്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞേച്ചി പറഞ്ഞ സമയത്തിനകം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡിവോഴ്സ് തരണമെന്ന് അന്ന് വിഷ്ണുവേട്ടൻ കൊടുത്ത വാക്കാണല്ലോ. അപ്പം അതുകൊണ്ട് ഇനി വിഷ്ണുവേട്ടന് ഇതിനകത്ത് ഒഴിയാൻ പറ്റില്ല, സത്യഭാമയുടെ ഇഷ്ടത്തിന് മാത്രമേ നോക്കത്തുള്ളൂ എന്നൊക്കെ ശ്യാമ എന്താണ് ശാലിനി അടുത്ത് പരാതി പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട് കുഞ്ഞേച്ചി എന്താണ് എനിക്കറിയാം, ഞാൻ എല്ലാത്തിനും മാനസികമായിട്ട് തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും എന്നെ ഇനി ആരും പഠിപ്പിക്കേണ്ടെന്ന് എന്താണ് ശാലിനി ശ്യാമയോട് പറയുന്നത്. കുഞ്ഞേച്ചി ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്. ശ്യാമയെ പറയാനൊന്നും വരുന്നില്ല. ശാലിനി പറയുവാണ്, നിനക്കൊരു കുഴപ്പം വരാൻ നോക്കണം, അതല്ലേ നിൻ്റെ ആവശ്യം, അത് എനിക്കറിയാം, നിനക്കൊരു കുഴപ്പം വരത്തില്ല, ആർക്കും ഒരു കുഴപ്പം വരാൻ നോക്കത്തക്ക രീതിയിൽ എല്ലാം മനസ്സിനെ പാകപ്പെടുത്തി തന്നെയാണ് നിൻ്റെ കുഞ്ഞേച്ചി ഇവിടെ ഇരിക്കുന്നതെന്ന് വന്നിട്ട് ശാലിനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുമോ. എന്നിട്ട് ശ്യാമ വീണ്ടും വീണ്ടും എന്താണ് ശാലിനിയെ വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഫോൺ എടുക്കുന്നത്. അങ്ങനെ ശാലിനിയുടെ കാർ ഇങ്ങോട്ടേക്ക് മൂവ് ആകുമ്പോഴാണ് എന്താണ് ശാലിനി ഒരാൾ നിൽക്കുന്ന കാണുന്നത്. എന്നിട്ട് ഡ്രൈവറിൻ്റെ തുടങ്ങി ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയെന്ന് പറയുന്നു. എന്നിട്ട് ശാലിനി ഫോൺ കാറിൽ തന്നെ വെച്ചിട്ട് ശാലിനി ബാക്കിലോട്ടേക്ക് പോയി ആ വ്യക്തിയുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ആരായ വ്യക്തി നമുക്കറിയത്തില്ല. അപ്പം അതാണ് ദേവൻ. അപ്പോൾ ശാലിനിക്ക് അറിയാവുന്നതും ശാലിനിയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇനി ശാലിനിയും അയാളും കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ തന്നെ നമുക്ക് തോന്നിപ്പോകും. കാരണം അവരുടെ രണ്ടുപേരെയും വർത്താനം ഫ്രണ്ട്ലിനെസ്സും കേൾക്കുമ്പം ഇതൊരു സസ്പെൻസായിട്ട് വന്നിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രമായിട്ട് വന്നിരിക്കുന്ന ആരാന്നറിയോ, നമ്മൾ പണ്ട് സുഭദ്രം സീരിയലിൻ്റെ ഹീറോ ഉണ്ടല്ലോ, ആ ഹീറോ ആണ് ഇതിനകത്ത് ഇപ്പം ദേവനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് അയാളുടെ കറക്റ്റ് നെയിം അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ. സുഭദ്രം സീരിയലിൻ്റെ ഹീറോ ആയിട്ട് വന്ന വ്യക്തി. അപ്പം പിന്നെ അയാളുടെ ഇതിനകത്തുള്ള ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്കും ദേവൻ എന്നാണ്. എടാ നീ ഇവിടെ വന്നിട്ട് ഇവിടെ ഞാനുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലെന്ന്. ഓ ശാലിനി, വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ് എന്നൊക്കെ പറയുന്നത്. പ്ലസൻറ്റ് സർപ്രൈസ് അല്ലേ, ഞാൻ മധുരയിൽ നിന്ന് വരുമ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നീ വന്നിട്ട് എന്നെ കണ്ട് എൻ്റെ ഓഫീസിലേക്ക് വരാൻ ഒരു തെറ്റല്ലേ എന്ന് പറയുന്നത്. അയ്യോ അങ്ങനെയല്ല, ഇപ്പം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, വല്ല ഉടുമ്പ് ബിസിനസ്സോ അതോ ഇനി വല്ല ഗേൾ ഫ്രണ്ടിനൊക്കെ വല്ല കൊണ്ട് വന്നതാണെന്നൊക്കെ ശാലിനി ഭയങ്കര ഓവർ ഫ്രീഡമായിട്ട് എന്നെ അങ്ങ് സംസാരിക്കുവാണ്. അപ്പോഴത്തേക്കും അയ്യോ അതൊന്നും അല്ല, പിന്നെ എന്താ ഇവിടെ വന്നിട്ട് എന്നെ കാണാതിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, ശാലിനി അടുത്ത് ദൈവം പറയുന്നുണ്ട്, താൻ ഇവിടുത്തെ ഇളമുറ തമ്പുരാട്ടിയെന്നൊന്നും അറിഞ്ഞില്ലല്ലോ, താൻ ഇവിടുത്തെ ഒരു തമ്പുരാട്ടി ഉണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്ന് മുഖം കാണിക്കാഞ്ഞത് എൻ്റെ തെറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ തമ്പുരാട്ടിയൊന്നുമില്ല, എന്നാലും ഇവിടുത്തെ ഒരു ഇളമുറ തമ്പുരാട്ടിയൊക്കെ ആയിട്ട് വരും എന്നൊക്കെ ശാലിനി പറയുന്നു. ഓവർ ഫ്രണ്ട്ലിനെസ് ആയിട്ട് തന്നെ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പം പിന്നെ താൻ എന്തോ ഇവിടെ, അപ്പം അവൻ ചോദിക്കുന്നുണ്ട് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ അവസ്ഥ, അതായത് ചത്തിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല എന്നുള്ള രീതിക്ക് അതൊരു അവസ്ഥയ്ക്കകത്ത് തന്നെയാണ് എന്ന് ശാലിനി പറയുന്നുണ്ട്. എല്ലാം ശരിയാവും, ഞാൻ ഈ വട്ടം വന്നിരിക്കുന്നത് ശാരദാമ്മയെ കാണാനും കൂടെയാണ്. അപ്പം ഇയാൾ പറയുന്നുണ്ട്, ഞാനിവിടെ ആക്ച്വലി ഒരു കോക്ടെയിൽ പാർട്ടിക്ക് വന്നതാണ്, ഒരു ബിസിനസ് മീറ്റുമായിട്ട്, എല്ലാം ഒത്തു കഴിഞ്ഞാൽ നല്ലൊരു ലാഭം കിട്ടുന്ന ഒരു കോടികൾ മറിയുന്ന ഒരു ബിസിനസ്സാണ്, അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. പക്ഷേ ഇച്ചിരി രണ്ട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് തന്നെ വന്ന് കാണുന്നത്. അപ്പം ഇപ്പോഴും അടിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞത്, കൂടുതലൊന്നും കുടിക്കരുത് എന്നൊക്കെ ശാലിനി വളരെ കരുതലുള്ള ഒരു വ്യക്തിയോട് പറയുന്ന പോലെ പറയുന്നു. ശാലിനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, എന്താ നമുക്കറിയത്തില്ല. അപ്പം അത്ര രീതിക്കത് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കുന്നു. ഇത് കണ്ട അനു ഞെട്ടിയിരിക്കുകയാണ്. കാരണം ശാലിനി ഇങ്ങനെ ആരുമായിട്ടും ഇത്ര ഫ്രീഡമായിട്ടോ ഇത്ര ഫ്രീ ആയിട്ടോ സംസാരിച്ച അനു ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അനു ഇങ്ങനെ ഇതാരാന്നറിയാതെ തന്നെ മനസ്സിലാക്കാതെ തന്നെ അവിടെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, താൻ ഇവിടെ വരെ വന്നില്ലേ, ഇനിയിപ്പം വീട്ടിൽ കയറിയിട്ട് പോകും. അയ്യോ ഇല്ല, ഞാനിവിടെ റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്ന് താമസിക്കാതെ റിസോർട്ടിൽ പോയി താമസിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത് അതൊന്നും സാരമില്ല, ഞാൻ എന്തായാലും ഇവിടെ വന്നിരിക്കുന്നത് ഈ വട്ടം ശാരദാമ്മനെ കൂടെ കണ്ട് സംസാരിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് നമുക്കറിയത്തില്ല, എല്ലാം ഒരു ടോട്ടൽ സസ്പെൻസ് തന്നെയാണ് മൊത്തത്തിൽ. പിന്നെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ബായ് വന്ന് ശാലിനി തിരിച്ച് കാറിലേക്ക് കയറുന്നു. അപ്പോഴത്തേക്കും അവിടെ തന്നെ അനു നിൽക്കുകയാണ്. അനു നിന്നിട്ട് അയാൾ ആരാൻ ചോദിക്കണമെന്ന രീതിക്കകത്തുണ്ട്. പക്ഷേ എന്നാൽ ഒന്നും ചോദിക്കാതെ അയാളുടെ മുഖത്ത് തന്നെ നോക്കിക്കുമ്പം അയാൾ എന്ത് ചെയ്യുക, ദേവൻ ഈ അനുവിനെ നോക്കി അങ്ങ് കണ്ണടിച്ച് കാണിക്കണം രണ്ടുപേട്ട. അനു പിന്നെ അയ്യടാന്നായി പോയിട്ട് തിരിച്ചെന്താണ് ശാലിനിയുടെ ഒന്ന് കൂടെ വന്ന് വണ്ടി കയറുവാണ്. എന്നിട്ട് മാഡം കുറച്ച് നേരം ഈ വണ്ടി ഒന്ന് മൂവ് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് ആരാ ചോദിക്കണമെന്ന് അനുവിനുണ്ട്. അപ്പം പിന്നെ അനു ചോദിക്കാം, മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റായിട്ട് ധരിക്കത്തില്ലല്ലോ എന്ന് വെച്ചിട്ട്, മാഡം അത് ആരായിരുന്നു, അതാരാ മാഡം ആ പുതിയ കഥാപാത്രം ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നത് പുതിയ കഥാപാത്രം അല്ല അനു, അതൊരു പഴയ കഥാപാത്രം തന്നെയാണ്. പിന്നെ കറക്റ്റ് ഇപ്പം വരേണ്ട സമയത്ത് തന്നെയാണ്, അല്പം വൈകി വന്നു, പക്ഷേ വന്നത് ശരിയായ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ശാലിനി പറയുന്നു. പിന്നെ കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. ശാരദാമ്മയുടെ ഹോട്ടലിനകത്ത് ശാരദാമ്മ
ഗോപാലേട്ടൻ എന്ത് ചെയ്യുവാണ്, കടയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുവാണ്, അതായത് ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് ഇരുത്തുവാണ്. ഇവിടെ ഇരിക്ക് ഗോപാലേട്ട, കാരണം ഇനി ആകുമ്പോഴത്തേക്കും എണീറ്റൊക്കെ മെല്ലെ നടക്കണമെന്നൊക്കെ വൈദ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം ഇങ്ങനെ 4 പേരെ കണ്ട് ഇവിടെയൊക്കെ ആയിട്ട് സഹരിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ തന്നെ അടഞ്ഞ് മുറി കിടക്കാതെ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങി സംസാരിക്കുമ്പോഴത്തേക്കും ഒരു ഊർജ്ജം കിട്ടും. അപ്പോഴത്തേക്കും വേഗം റിക്കവർ ആവാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ എനിക്ക് ഇവിടെ നിന്ന് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ക്യാഷ് കൗണ്ടറിലേക്ക് ഇരുത്താൻ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഗോപാലേട്ടന് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരമാണല്ലോ. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം നടക്കുമ്പോഴാണ് നമ്മുടെ പപ്പി മോള് കറക്റ്റായിട്ട് കയറി ആ ഹോട്ടലിൻ്റെ വാതിലിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്രയാണ് ഇന്നത്തെ സീരിയലിൻ്റെ അവസാനം. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഇനിയും എല്ലാവരും ഈ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്കും കമൻസും ഷെയറും എല്ലാം ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.